പ്രിയപ്പെട്ട KSRTCയിലെ CMD, അപ്പോൾ താങ്കൾ ഈ അടുത്ത സമയത്ത് ഒരു സർക്കുലറൊക്കെ ഉണ്ടായി. KSRTCയിലെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം, ചിലവുകൾ എങ്ങനെ കുറയ്ക്കാം എന്നതിനെക്കുറിച്ചായിരുന്നു താങ്കളുടെ ആ കത്ത്. അപ്പോൾ ഞങ്ങൾ ഒരു സാധനം താങ്കൾക്ക് തരാം. എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് താങ്കളുടെ കൂട്ടത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എന്നവകാശപ്പെടുന്ന ഒരു വിഭാഗം ജീവനക്കാരുണ്ട്. കാര്യം അവരാണ് ഉന്നത ഉദ്യോഗസ്ഥർ. ബാക്കി നമുക്ക് വേണ്ടി വന്നു കഴിഞ്ഞാൽ താങ്കളുടെ ഓഫീസിലും അതിൻ്റെ താഴെയൊക്കെ ഇരിക്കുന്ന ആളുകളെ നമുക്ക് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്ന വിഭാഗമാണ് ഉന്നത ഉദ്യോഗസ്ഥർ. അതായത് KSRTCയിലെ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ, ട്രാഫിക് കൺട്രോളിംഗ്, ചീഫ് കൺട്രോളിംഗ് അങ്ങനെ പറയപ്പെടുന്ന ഉന്നത ഉദ്യോഗസ്ഥൻ്റെ കാഴ്ചപ്പാടും അതുപോലുള്ള ഉദ്യോഗസ്ഥരുടെ നിലപാടുകളാണ് നമ്മൾ ഇന്ന് ഇവിടെ അങ്ങയോട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടെ ആമുഖം എന്ന നിലയിൽ പറഞ്ഞോട്ടെ. ഞങ്ങളുടെ ഈ ചാനലിനെ യൂട്യൂബിൽ റിപ്പോർട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു പരിപാടി പല ആളുകളും സൈബർ സെല്ലിൽ നിന്നും KSRTCയുടെ സൈബർ സെല്ലിൽ നിന്നും ഈ സാധനം ചെയ്യുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ KSRTCയിലെ ജീവനക്കാരും KSRTC സ്നേഹിക്കുന്ന പൊതുസമൂഹവും ഇത് മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തം നിങ്ങളിൽ ഏറ്റെടുക്കുകയും അത് KSRTCയെക്കുറിച്ച് അറിയാനും നിങ്ങൾക്ക് പറയാനുള്ളത് പറയാനും ഞങ്ങളെക്കുറിച്ച് അറിയാനും നിങ്ങൾ ഈ ചാനല് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ആനവണ്ടി, വോയിസ് ഓഫ് ആനവണ്ടി എന്ന ചാനൽ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. കാരണം ഇത് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെയും ജീവൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, KSRTC വൈക്കം യൂണിറ്റിലെ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ എങ്ങനെ സാമ്പത്തികം വർദ്ധിപ്പിക്കാം, ചെലവ് ചുരുക്കി സാമ്പത്തികം സംഘടിപ്പിക്കാം എന്നുള്ള, സാമ്പത്തികമായി എങ്ങനെ അഭിവൃദ്ധിപ്പെടാം എന്നുള്ള ചർച്ച പ്രൈവറ്റ് ബസ്സുകാരുമായി നടത്തുന്ന ഒരു ഫോട്ടോയും അതിൻ്റെ വീഡിയോയും കാര്യങ്ങളുമൊക്കെ അടുത്ത സമയത്ത് പല ഗ്രൂപ്പുകളിലും പ്രചരിപ്പിക്കുകയുണ്ടായി. ഇത്തരം കാര്യങ്ങളിൽ KSRTC വൈക്കം ഡിപ്പോയിൽ മാത്രമല്ല സാർ ഉള്ളത്. ഒട്ടുമിക്ക KSRTC ഡിപ്പോയിലെയും പ്രൈവറ്റ് സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന മേഖലകളിൽ എല്ലാം തന്നെയുള്ള KSRTC ഡിപ്പോയിലെ കൺട്രോളിങ്ങും ട്രാഫിക് കൺട്രോളിങ്ങും ജനറൽ കൺട്രോളിങ്ങും എല്ലാം സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഏതെങ്കിലും റൂട്ട് എൻ്റെ പ്രശ്നവുമായി കളക്ടറേറ്റിൽ സംഘടിപ്പിക്കുന്ന പുതിയ റൂട്ട് അനുവദിക്കുക എന്നുള്ള പരിപാടിയിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും KSRTCയും സ്വകാര്യ ബസ്സിൻ്റെ ആളുകളും എല്ലാം സംഘടിക്കുന്ന ആ യോഗത്തിൽ പല ഡിപ്പോയിലെയും പല റൂട്ടുകളും സ്വകാര്യ മേഖലയ്ക്ക് വിറ്റിട്ട് വരുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ താങ്കൾ അവിടെ നിന്ന് പറയുന്നു ഇതെങ്ങനെ നന്നാക്കാം എന്ന് വിചാരിക്കുമ്പോൾ ഇവിടെ ഇതിനെ എങ്ങനെ തകർക്കാം എന്നുള്ളതിൻ്റെ അച്ചാരം വാങ്ങുകയാണ് ഈ മേൽ പറഞ്ഞ വിഭാഗം ജീവനക്കാർ. അതുകൊണ്ട് തന്നെ ഈ ജീവനക്കാരെ ഈ കാര്യത്തിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട്, കാര്യം ഇല്ലാത്ത തസ്തികയിൽ ഇരിക്കുന്ന ജീവനക്കാരാണ് ഇവർ. ഈ ജീവനക്കാരെ മേലുദ്യോഗസ്ഥരെന്ന് പറയാം, ജീവനക്കാരെന്ന് പറയരുത്, കാര്യം അത് അവർക്ക് ആക്ഷേപമാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ജീവനക്കാർ മാത്രമാണ്. കാരണം കഴിഞ്ഞ റഫറണ്ടത്തിൽ വോട്ടിട്ട വിഭാഗത്തിൽപ്പെടുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർ ജീവനക്കാരാണ്. അപ്പോൾ ഈ ജീവനക്കാരാണ് KSRTCയെ തകർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താങ്കൾ ഇനി എന്തെല്ലാം പരിപാടികൾ അവിടെ ആസൂത്രണം ചെയ്ത് ജീവനക്കാരിൽ നിന്ന് അഭിപ്രായങ്ങൾ ശേഖരിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോയാലും ഈ വിഭാഗം ജീവനക്കാർ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇത് നടക്കില്ല. അതിനേക്കാളും നല്ലത് ഇതിൽ ഏത് വാഹനം ഏത് ദിശയിൽ ഏത് സമയത്ത് വരുന്നു എന്നറിയാവുന്നത്, കൃത്യമായി അറിയാവുന്നത് ഒരു നല്ല ഡ്രൈവർക്ക് മാത്രമാണ്. എല്ലാ ഡ്രൈവറും നല്ലതാണെന്നുള്ള അഭിപ്രായമൊന്നും വെൽഫെയർ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ നല്ല ഡ്രൈവർമാർ എല്ലാ ഡിപ്പോയിലും ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ആ ആളുകളെ ഇത്തരം മീറ്റിങ്ങുകളിൽ പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ KSRTCയുടെ ഒരളവ് വരെയുള്ള വരുമാനം അല്ലെങ്കിൽ റൂട്ട് നഷ്ടവും ഒഴിവാക്കാൻ കഴിയും എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് നേരെ മറിച്ചാണ്. അപ്പോൾ താങ്കൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഇതുപോലെയുള്ള വൈക്കം ഡിപ്പോയിലെ കൺട്രോളിംഗ്മാരെ പോലെയുള്ള അല്ലെങ്കിൽ പല അത്തരത്തിലുള്ള ആളുകൾ ഇവിടെ തുരങ്കം വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് മറ്റൊരു ചോദ്യം വരുന്നുണ്ട്, എന്തുകൊണ്ട് ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല? അപ്പോൾ ഇവരെ കൺട്രോൾ ചെയ്യാനുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവർ ചെയ്യുന്നത് 100 കോടി കെട്ടു 400 കോടി കെട്ടു എന്ന് നമ്മുടെ പഴയ MD പറഞ്ഞിട്ടുണ്ട്, ബിജു പ്രഭാകർ സാർ പറഞ്ഞിട്ടുണ്ട്. വാർത്തകളെല്ലാം ഞങ്ങളുടെ കയ്യിലുമുണ്ട്, ജനങ്ങൾ കണ്ടതാണ്. പക്ഷെ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട എന്ന് നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കള്ളൻ കപ്പലിൽ തന്നെ. അപ്പോൾ താങ്കളുടെ ഓഫീസിൽ ഇരിക്കുന്ന ആളുകളും പുണ്യാളന്മാരല്ല. അല്ലാത്തത് കൊണ്ട് തന്നെ ഇവരെ കൺട്രോൾ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഇവരുടെ തൊട്ട് മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ, യൂണിറ്റ് ഓഫീസർ പോലും ചോദിക്കാൻ കഴിയുന്നില്ല. കാരണം അദ്ദേഹവും ഇതേ തസ്തിക കഴിഞ്ഞിട്ട് മേലോട്ട് കയറി വന്ന ആളാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിനേക്കാളും ക്വാളിറ്റി ഉള്ള ആളുകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിനേക്കാളും എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ വിഷയവും. കാരണം KSRTCയുടെ റൂട്ട്
അത് എങ്ങനെ ഓടണം, എങ്ങനെ ഓടിയാൽ ഏത് വഴിയിൽ പോയി കഴിഞ്ഞാൽ ലാഭം കിട്ടും, അല്ലെങ്കിൽ എന്ത് കളക്ഷൻ കിട്ടും എന്നറിയുന്നത് ആ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളുകളാണ് സാർ. കടലിൽ പോയി നിന്ന് മീൻ പിടിക്കുന്ന മുക്കുവനെ അറിയാവൂ സാർ ഏത് ഭാഗത്ത് വലയെറിഞ്ഞാൽ ആ മീൻ കിട്ടുമെന്ന്. അല്ലാതെ അവിടെ നിന്ന് പുസ്തകം വായിച്ചിട്ട് ഇരിക്കുന്ന ആൾക്ക് ഇത് കിട്ടില്ല. അപ്പോൾ അത് ഡ്രൈവർ തന്നെയാണ് ഏറ്റവും പരമനായ യോഗ്യൻ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ കളക്ഷൻ വർദ്ധിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ നമ്മളുടെ വൈക്കം ഡിപ്പോയിലെ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ താങ്കൾക്ക് കാണിച്ചു തരുന്നത്. ഞങ്ങളെല്ലാം ഇത് നേരത്തെ കണ്ടതാണ്. ഒരു പക്ഷേ ഇത് താങ്കൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ക്ലിപ്പ്, ഫോട്ടോ ക്ലിപ്പും കൂടെ ഞങ്ങൾ ഇതിനകത്ത് പിൻ ചെയ്ത് താങ്കൾക്ക് അയക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞങ്ങൾ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ഞങ്ങളെ തിരുത്താൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. Thank you.